നമസ്കാരം. മീഡിയ സെന്റർ കൊല്ലം മധ്യാഹ്ന വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. കൊല്ലൂർവിള ആദിക്കാട് ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ കവർച്ച. വഞ്ചി കുത്തി തുറന്ന് പണം അപഹരിച്ചു. ക്ഷേത്രത്തിന്റെ ഓഫീസ് മുറികളും മോഷ്ടാക്കൾ തകർത്തു. കോവിൽ തോട്ടത്തു നിന്നും കുടിയൊഴിപ്പിക്കപ്പെട്ടവരെ 6 മാസത്തിനകം പുനരധിവസിപ്പിക്കുമെന്ന് മന്ത്രി പി രാജീവ്. 122 കുടുംബങ്ങളെ തിരികെ എത്തിക്കും. കോവിൽ തോട്ടത്ത് 14 കോടി രൂപയുടെ പ്രവർത്തനങ്ങൾ നടപ്പാക്കുമെന്നും മന്ത്രി. കേരള പദയാത്രയുടെ കൊല്ലം ജില്ലയിലെ പര്യടനത്തിന് തുടക്കം. മോദിയുടെ ഗ്യാരണ്ടി പുതിയ കേരളം എന്ന മുദ്രാവാക്യം ഉയർത്തിയാണ് യാത്ര. NDA സംസ്ഥാന ചെയർമാൻ കെ സുരേന്ദ്രനാണ് ജാഥ നയിക്കുന്നത്. വിശദമായ വാർത്തകളിലേക്ക്. കൊല്ലൂർവിള ആദിക്കാട്ട് ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ കവർച്ച. ക്ഷേത്രത്തിന് മുന്നിലെ വഞ്ചി കുത്തി തുറന്ന് പണം കവർന്നു. ക്ഷേത്രത്തിന്റെ ഓഫീസ് മുറികളും മോഷ്ടാക്കൾ തകർത്തു. മോഷണത്തിന്റെ CCTV ദൃശ്യങ്ങൾ പോലീസിന് ലഭിച്ചു. കൊല്ലം നഗരമധ്യത്തിൽ ഇരവിപുരം കൊല്ലൂർവിള ശ്രീ ആദിക്കാട് ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ പുലർച്ചെയാണ് കവർച്ച നടന്നത്. വഞ്ചിയുടെ പൂട്ട് തകർത്ത പണം കവർന്ന മോഷ്ടാവ് ഓഫീസ് മുറികളിൽ കയറി സാമഗ്രികളെല്ലാം വാരി വലിച്ചിട്ടു. ക്ഷേത്രത്തിന് മുന്നിൽ പ്രവർത്തിക്കുന്ന വർക്ക്ഷോപ്പിൽ നിന്നും വെൽഡിംഗ് മെഷീൻ മോഷ്ടിച്ചു കൊണ്ടുവന്നാണ് ക്ഷേത്രത്തിലെ പൂട്ടുകളും ഓഫീസ് മുറിയും മോഷ്ടാവ് തകർത്തത്. CCTV ദൃശ്യങ്ങളിൽ നിന്നും ഒരു മോഷ്ടാവ് മാത്രമാണ് ഉള്ളതെന്നാണ് അനുമാനിക്കാൻ കഴിയുന്നത്. ഓഫീസ് മുറിയിലെ ലോക്കർ തകർക്കാൻ കഴിഞ്ഞിട്ടില്ലെന്ന് വിവരമുണ്ട്. ഇതിനുള്ളിൽ വിലപിടിപ്പുള്ള ഒട്ടേറെ സാമഗ്രികൾ ഉള്ളതായി പറയുന്നു. അത് ഈ ഡോറ് കംപ്ലീറ്റ് സാധനങ്ങൾ പൊട്ടിച്ചത് അമ്പലത്തിൻ്റെ തിരുമുമ്പിൽ വർക്കാറുണ്ട്. അവരൊരു വെൽഡിംഗ് മെഷീൻ എടുത്തുകൊണ്ട് വന്നാണ്. ഇന്ന് 5 മണിക്കൂർ തുറന്നപ്പോൾ പഞ്ച് പൊട്ടിക്കിടക്കുന്നു, ഓഫീസ് റൂം പൊട്ടിക്കിടക്കുന്നു. അപ്പോൾ തന്നെ അമ്പല പ്രസിഡൻ്റായി എന്നെ ഫോൺ വിളിക്കുകയും ഞാനിവിടെ വന്ന് ഇത് കണ്ടിട്ട് നേരെ ഇരവിപുരം പോലീസ് സ്റ്റേഷനിൽ നിന്ന് കംപ്ലയിൻറ്റ് പറയുകയും തിരിച്ച് പോലീസ് സ്റ്റേഷനിൽ നിന്ന് 2 പോലീസുകാരിവിടെ വന്നു. ബാക്കി കാര്യങ്ങളെല്ലാം അവർ കണ്ടതിന് ശേഷം അത് തുറക്കണ്ട, ഇൻഡിപെൻഡന്റ് പാർട്ടികളെല്ലാവരും വരട്ടെ എന്ന് പറഞ്ഞ് 9:30 മണിയാകുമ്പോൾ എല്ലാവരും വരുമെന്ന് പറഞ്ഞു പോയിരിക്കുകയാണ്. ഇരവിപുരം പോലീസ് സ്ഥലത്തെത്തി അന്വേഷണം ആരംഭിച്ചു. ന്യൂസ് ബ്യൂറോ, പള്ളിമുക്ക. കെട്ടിട നിർമ്മാണ തൊഴിലാളി ക്ഷേമനിധി ആനുകൂല്യങ്ങൾ വിതരണം ചെയ്യാൻ കഴിയാതെ ബോർഡ് ബുദ്ധിമുട്ടുമ്പോഴും ഫ്ളാറ്റ് നിർമ്മാണങ്ങളിൽ നിന്നും സർക്കാർ വിഹിതം ശേഖരിക്കുന്നില്ലെന്ന് പരാതി. തൊഴിലാളി യൂണിയൻ പ്രതിനിധികളാണ് പരാതിയുമായി രംഗത്തെത്തിയിരിക്കുന്നത്. കേരളത്തിൽ ആകെയുള്ള 15,000-ഓളം ഫ്ളാറ്റുകളിൽ ക്ഷേമനിധിയിലേക്ക് വിഹിതം അടച്ചത് 91 ഫ്ളാറ്റുകൾ മാത്രമാണെന്നാണ് ആക്ഷേപം. വീടുകളുടെയും മറ്റ് നിർമ്മാണങ്ങളുടെയും കണക്കെടുത്താലും ലക്ഷക്കണക്കിന് രൂപയാണ് ക്ഷേമനിധി വിഹിതമിനത്തിൽ ബോർഡിന് ലഭിക്കുക. ഒരു ഫ്ളാറ്റിന് 30 കോടി രൂപ മുതൽ 50 കോടി രൂപ വരെയെങ്കിലും ചെലവഴിക്കുന്നുണ്ട്. അംശാദായം അടച്ച തൊഴിലാളികൾക്ക് 60 വയസ്സ് പൂർത്തിയാകുമ്പോൾ നൽകേണ്ട തുക 11 കോടിയോളം രൂപ വരും. ക്ഷേമനിധിയിൽ നിലവിൽ സ്ഥിര നിക്ഷേപ തുകയായി ഉള്ളത് 60 കോടി രൂപ മാത്രമാണ്. നിലവിൽ തൊഴിൽ വകുപ്പാണ് സെസ് പിരിക്കുന്നത്. എന്നാൽ ഇത് തദ്ദേശ സ്വയംഭരണ വകുപ്പിനെ ഏൽപ്പിക്കണമെന്നാണ് തൊഴിലാളി യൂണിയൻ ആവശ്യപ്പെടുന്നത്. കെട്ടിട നിർമ്മാണം പൂർത്തിയായി നമ്പറിടുന്ന ഘട്ടത്തിൽ തുക അടയ്ക്കാൻ വ്യവസ്ഥ ഏർപ്പെടുത്തിയാൽ കൃത്യമായി വരുമാനമുണ്ടാകുമെന്ന് ബിൽഡിംഗ് ആൻഡ് റോഡ് വർക്കേഴ്സ് ഫെഡറേഷൻ INTUC സംസ്ഥാന സെക്രട്ടറി R ദേവരാജൻ പറഞ്ഞു. നിർമ്മാണ തൊഴിലാളി ക്ഷേമനിധിയിൽ നിന്ന് പെൻഷൻ ഉൾപ്പെടെയുള്ള എല്ലാ ആനുകൂല്യങ്ങളും വളരെ കൃത്യമായി നൽകിക്കൊണ്ടിരുന്നതാണ്. ഇപ്പോൾ ഏതാണ്ട് 2.5 വർഷക്കാലം കൊണ്ട് പെൻഷൻ ഉൾപ്പെടെ മറ്റൊരു ആനുകൂല്യങ്ങളും നൽകാതെ കിടക്കുന്നു. പെൻഷൻ ഇപ്പോൾ 12 മാസത്തെ പെൻഷനാണ് ഇപ്പോൾ കുടിശ്ശികയായിട്ടുള്ളത്. ആ 12 മാസത്തെ പെൻഷൻ കൊടുക്കുന്നതിന് ഏതാണ്ട് 720 കോടി രൂപ വേണം. അതേപോലെ തന്നെ പുതിയതായി പെൻഷന് അപേക്ഷ നൽകിയവർക്ക് പെൻഷൻ ആനുകൂല്യം നൽകുന്നതിന് വേണ്ടി ഏതാണ്ട് 382 കോടി രൂപ വേണം എന്നാണ് ക്ഷേമനിധിയിൽ നിന്ന് വിവരാവകാശ നിയമപ്രകാരം നമുക്ക് അറിയാൻ കഴിഞ്ഞത്. വിവാഹ ധനസഹായം നൽകിയിട്ട് ഇപ്പോൾ 2.5 വർഷക്കാലമായി. വിവാഹ ധനസഹായം ഉൾപ്പെടെയുള്ള മരണാനന്തര ആനുകൂല്യം, മാരക രോഗ ചികിത്സ ഉൾപ്പെടെയുള്ള എല്ലാ ആനുകൂല്യങ്ങളും നൽകുന്നതിന് ഏതാണ്ട് 150 കോടി രൂപ വേണം. ഈ ആനുകൂല്യങ്ങളും പെൻഷനും കൊടുക്കുന്നതിന് വേണ്ടി മാത്രം ഏതാണ്ട് 1300 കോടി രൂപയോളം വേണം. പക്ഷേ ക്ഷേമനിധിയുടെ അക്കൗണ്ടിൽ എത്ര രൂപയുണ്ടെന്ന് ഞങ്ങൾ വിവരാവകാശത്തിലൂടെ ചോദിച്ചപ്പോൾ ഇപ്പോൾ വെറും 60 കോടി രൂപ മാത്രമാണ് ക്ഷേമനിധിയുടെ അക്കൗണ്ടിലുള്ളത് എന്നാണ് അധികാരികളിൽ നിന്ന് അറിയാൻ കഴിഞ്ഞത്. തൊഴിലാളികൾക്ക് കഴിഞ്ഞ 13 മാസമായി ക്ഷേമ പെൻഷൻ കിട്ടാത്തതുകൊണ്ട് ഒട്ടുമിക്ക തൊഴിലാളികളും ചികിത്സ പോലും നടത്താൻ കഴിയാതെ കിടക്കയിൽ കഴിയുകയാണ്. ഇത് 13ാമത്തെ മാസമാണ്. 12 മാസം ഇതുവരെ പെൻഷൻ കിട്ടിയിട്ടില്ല. 13 മാസത്തെ പെൻഷൻ ഇത് ഉൾപ്പെടെ ഈ മാസത്തെ കൂടെ ചേർത്ത്
13ാമത്തെ മാസം തുടങ്ങിയിരിക്കുകയാണ്. ഫെബ്രുവരി 2 അപ്പോൾ ഇന്നുവരെ പെൻഷൻ കിട്ടിയിട്ടില്ല. ഇത് ഞാൻ മാത്രമല്ല, എൻ്റെ പ്രദേശത്ത് എല്ലാ തൊഴിലാളികൾക്കും പെൻഷൻ കിട്ടാനുണ്ട്. എന്നെ തിരക്ക് പല ആൾ, ഞാൻ ഇതിൻ്റെ ഒരു ഔദ്യോഗിക സ്ഥാനത്തിരുന്ന ആളാണ്. എന്നെ തിരക്ക് ദിവസവും ഇവിടെ ആൾ വരുന്നുണ്ട്. പെൻഷൻ എന്ന് കിട്ടും, എപ്പം കിട്ടും, നിങ്ങളൊക്കെ എന്തോ കാണിക്കുന്നതെന്ന് ചോദിച്ചുകൊണ്ട് ഭയങ്കര ചീത്ത വിളി അതുമൊക്കെ. സംസ്ഥാന ബജറ്റിൽ തൊഴിലാളികളെ സഹായിക്കുന്നതിനായി ഒരു പദ്ധതിയും ആവിഷ്കരിക്കാത്തത് പരക്കെ പ്രതിഷേധത്തിനുമിടയാക്കിയിട്ടുണ്ട്. നിർമ്മാണ തൊഴിലാളികൾക്ക് ക്ഷേമനിധിയിൽ നിന്ന് കുടിശ്ശിക വരുത്തിയിട്ടുള്ള തുക നൽകുന്നതിനോ അവരുടെ പെൻഷൻ തുക വർദ്ധിപ്പിക്കുന്നതിനോ ഇന്നലെ അവതരിപ്പിച്ച ബഡ്ജറ്റിൽ യാതൊരു നിർദ്ദേശവും ഉള്ളതായി കാണാൻ കഴിയില്ല. ഇപ്പോൾ 2 ദിവസത്തിന് മുമ്പ് ഈ ക്ഷേമനിധിയിൽ നിന്ന് ആനുകൂല്യങ്ങൾ കുറേശ്ശെ കൊടുത്തതും അത് കേരളത്തിലെ ചുമട്ടുതൊഴിലാളി ക്ഷേമനിധിയിൽ നിന്ന് 100 കോടി രൂപ വായ്പയെടുത്തു. ന്യൂസ് ബ്യൂറോ, കരുനാഗപ്പള്ളി. ദേവികുളങ്ങര ഗ്രാമപഞ്ചായത്തിൽ വികസന സെമിനാർ നടത്തി. 14ാം പഞ്ചവത്സര പദ്ധതിയോടനുബന്ധിച്ചാണ് പദ്ധതി രൂപീകരണത്തിന്റെ ഭാഗമായി സെമിനാർ നടത്തിയത്. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എസ് പവനനാഥൻ ഉദ്ഘാടനം നിർവഹിച്ചു. ദേവികുളങ്ങര ഗ്രാമപഞ്ചായത്തിൽ വികസന സെമിനാർ നടത്തി. 14ാം പഞ്ചവത്സര പദ്ധതി വാർഷിക പദ്ധതി രൂപീകരണത്തിന്റെ ഭാഗമായാണ് സെമിനാർ നടത്തിയത്. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എസ് പവനനാഥൻ ഉദ്ഘാടനം നിർവഹിച്ചു. അങ്ങനെ വിശദമായ ഒരു ചർച്ചയ്ക്ക് ശേഷമാണ് നമ്മൾ കരട് പദ്ധതി വികസന സമിതി അംഗങ്ങളുടെ മുൻപാകെ. അപ്പൊ എല്ലാവരും ഇവിടെ കരട് പദ്ധതി അവതരിപ്പിച്ചു കഴിഞ്ഞാൽ ആ തന്നിട്ടുള്ള ബുക്കിൽ അത് ബന്ധപ്പെട്ട വർക്കിംഗ് ഗ്രൂപ്പുകൾ 13ഓളം വർക്കിംഗ് ഗ്രൂപ്പുകൾ, ആ ഗ്രൂപ്പുകൾ ചർച്ച ചെയ്തിട്ട് ഇനിയും എന്തെങ്കിലും മാറ്റേണ്ടതുണ്ടോ, പുതുതായി ചേർക്കേണ്ടതുണ്ടോ, രണ്ടും എടുക്കാം. നമ്മൾ എഴുതി വെച്ചേക്കുന്ന ഏതെങ്കിലും മാറ്റണമെങ്കിൽ അത് ചെയ്യാൻ പറ്റും, പുതിയ ചേർക്കണമെങ്കിൽ അതും ചേർക്കാൻ പറ്റും. അങ്ങനെ ചേർത്ത് നമ്മുടെ ഈ വികസന സെമിനാർ സമ്പുഷ്ടമാകണം. വൈസ് പ്രസിഡന്റ് നീതുഷ രാജ് അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് സെക്രട്ടറി വി ജെ പോൾ സ്വാഗതം പറഞ്ഞു. വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ രേഖ കരട് പദ്ധതി അവതരണം നടത്തി. ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ രജനി ബിജു, പഞ്ചായത്ത് അംഗങ്ങളായ ആർ രാജേഷ്, എസ് രാധാകൃഷ്ണൻ, ലീന രാജു, പി സ്വാമിനാഥ്, ശ്യാമ വേണു, ലീന, ടി ശ്രീലത, മിനി മോഹൻ ബാബു, ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ കെ രാജു തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കായംകുളം. കോവിൽത്തോട്ടത്തു നിന്നും കുടിയൊഴിപ്പിക്കപ്പെട്ടവരെ 6 മാസത്തിനകം പുനരധിവസിപ്പിക്കുമെന്ന് മന്ത്രി പി രാജീവ്. കോവിൽത്തോട്ടം പാലം, സെന്റ് ലിഗോറിയസ് സ്കൂൾ കെട്ടിടം എന്നിവയുടെ ശിലാസ്ഥാപനം ചവറയിൽ നിർവഹിക്കുകയായിരുന്നു മന്ത്രി. KMML ഏറ്റെടുത്ത ഭൂമിയിൽ ഖനനശേഷം മണ്ണുപയോഗിച്ച് നികത്തുന്നത് പൂർത്തിയായാൽ 122 കുടുംബങ്ങളെ ഇവിടെ എത്തിക്കുകയാണ് ലക്ഷ്യമെന്നും മന്ത്രി പറഞ്ഞു. കോവിൽത്തോട്ടത്ത് നിന്ന് കുടിയൊഴിപ്പിക്കപ്പെട്ടവരെ 6 മാസത്തിനകം പുനരധിവസിപ്പിക്കുമെന്ന് മന്ത്രി പി രാജീവ്. കോവിൽത്തോട്ടം പാലം, സെന്റ് ലിഗോറിയസ് സ്കൂൾ കെട്ടിടം എന്നിവയുടെ ശിലാസ്ഥാപനം നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. KMML ഖനനത്തിനായി ഏറ്റെടുത്ത ഭൂമി ഖനനത്തിനു ശേഷം മണ്ണുപയോഗിച്ച് നികത്തുന്നത് പൂർത്തിയായാൽ 122 കുടുംബങ്ങളെ തിരികെ ഇവിടെ എത്തിക്കുകയാണ് ലക്ഷ്യം. ഒപ്പം 1 വർഷത്തിനകം പാലവും സ്കൂളും പൂർത്തിയാക്കും. ഇതുൾപ്പെടെ 14 കോടി രൂപയുടെ പ്രവർത്തനങ്ങളാണ് കോവിൽത്തോട്ടത്ത് നടത്തുക. സെമിത്തേരിക്ക് സ്ഥലം ആവശ്യപ്പെട്ട് ഇടവക നൽകിയ നിവേദനം പരിഗണിച്ച് നിലവിലെ സ്ഥലം പരിശോധിച്ച് എത്ര സ്ഥലം കൂടി ആവശ്യമുണ്ടെന്ന് തിട്ടപ്പെടുത്തുന്നതിന് KMML MDയെ ചുമതലപ്പെടുത്തി. കുടിയൊഴിപ്പിക്കപ്പെട്ട കുടുംബങ്ങളിൽ നിന്ന് ഇനിയും തൊഴിൽ ലഭിക്കാത്തവരുടെ സപ്ലിമെന്ററി ലിസ്റ്റ് 2 മാസത്തിനകം പരിശോധന പൂർത്തിയാക്കി അവരെ CW ലിസ്റ്റിൽ ഉൾപ്പെടുത്തുന്നത് അനുഭാവപൂർവ്വം പരിഗണിക്കും. KMML പുതിയതായി മിനറൽ സെപ്പറേഷൻ പ്ലാന്റ് സ്ഥാപിക്കുമെന്നും കോവിൽത്തോട്ടം പാലം പൂർത്തിയായാൽ ദേശീയ ജലപാത കോവളം മുതൽ പൊന്നാനി വരെ ആദ്യഘട്ടം ഉദ്ഘാടനം ചെയ്യാൻ കഴിയുമെന്നും മന്ത്രി പറഞ്ഞു. ഇത് കഴിഞ്ഞ പാലം വന്നാൽ നമ്മുടെ ദേശീയ ജലപാത കോവളം മുതൽ പൊന്നാനി വരെയുള്ള ആദ്യഘട്ടം ഉദ്ഘാടനം ചെയ്യാൻ കഴിയും. ഇത് 2 തുരങ്കങ്ങളുണ്ട് ഈ പാതയിൽ. അതിലൂടെ കടന്നു പോകുമ്പോൾ കേരളത്തിന്റെ ചരിത്ര വികാസം ആ തുരങ്കത്തിൽ ലൈറ്റ് ഷോയ്ക്ക് ആയിട്ട് വരും. തന്നെ സ്കൂൾ പണിയണമെന്ന ആവശ്യം എല്ലാവരും പറഞ്ഞിരുന്നു. അത് KMML തന്നെ ഏറ്റെടുക്കുകയുണ്ടായി. അതിൻ്റെ സാങ്കേതികമായ നടപടികൾ 1 മാസം കൊണ്ട് പൂർത്തീകരിക്കാൻ കഴിയും. അത് ഇപ്പം തന്നെ എല്ലാം പൂർത്തീകരിച്ച് ഞാൻ പറയുന്നില്ല. നിങ്ങൾ ഇന്ന് തന്നെ ഇത് വേണമെന്ന് അച്ഛനെല്ലാം ആവശ്യപ്പെട്ടുകൊണ്ട് ആ പ്രഖ്യാപനത്തിന്റെ കൂട്ടത്തിൽ നടത്തിയതേ ഉള്ളൂ. യഥാർത്ഥത്തിൽ ഇപ്പോൾ ഇവിടെ കോവിൽത്തോട്ടത്ത് ഇന്നത്തോടുകൂടി ഒരു 14 കോടി രൂപയുടെ പദ്ധതികളാണ് പൊതുവെ നടപ്പിലാക്കുന്നത്. അത് ഏറ്റവും വലിയ ഒരു ഇടപെടലാണ്. അതിൽ നാടാകെ ഇക്കാര്യത്തിൽ പൊതുവെ സഹകരിച്ചിട്ടുണ്ട്. നല്ല കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി എല്ലാവരും ജാതി മത ചിന്തകൾക്ക് അതീതമായി ഈ നാട് പൊതുവെ ഈ കാര്യത്തിൽ ആകെ സഹകരിച്ചിട്ടുണ്ട്. സുജിത് വിജയൻപിള്ള MLA അധ്യക്ഷത വഹിച്ചു. മുഖ്യമന്ത്രി തന്നെ നേരിട്ട് വിളിച്ചുകൊണ്ട് ഈ പ്രദേശത്തിന്റെ ആശങ്കകൾ ദൂരീകരിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ കൃത്യമായിട്ടുണ്ടായി.
മുഖ്യമന്ത്രി വ്യവസായ മന്ത്രി നേരിട്ട് ഇടപെട്ടതിന്റെ ഫലമായിട്ട് ഇവിടെ ഫാദർ മുല്ലശ്ശേരി പിതാവിന്റെ കൃത്യമായിട്ടുള്ള ഇടപെടൽ എപ്പോഴും ഉണ്ടായിരുന്നു. മുല്ലശ്ശേരി പിതാവ് ഒരുപക്ഷെ മുഖ്യമന്ത്രിയുമായിട്ടുള്ള മീറ്റിംഗിൽ പങ്കെടുക്കേണ്ടതായിരുന്നു. എന്നാൽ പ്രത്യേക സാഹചര്യത്തിൽ പിതാവിനെ പങ്കെടുക്കാൻ പറ്റിയില്ല. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഡോക്ടർ പി കെ ഗോപൻ, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സന്തോഷ് തുപ്പാശ്ശേരി, സി പി സുധീഷ് കുമാർ, പഞ്ചായത്ത് പ്രസിഡന്റുമാരായ ജെ ആർ സുരേഷ് കുമാർ, ഐ ജയചിത്ര, ഹാർബർ എഞ്ചിനീയറിംഗ് വിഭാഗം ഡെപ്യൂട്ടി ചീഫ് എഞ്ചിനീയർ വി കെ ലോട്ടസ്, IWA ഡയറക്ടർ മാത്യു ജോർജ്, KMML MD ജെ ചന്ദ്രബോസ്, വികാരി ഫാദർ മിൽട്ടൺ ജോർജ്, N പത്മലോചനൻ, R ലിൻസി ലിയോൺസ്, R രവീന്ദ്രൻ, മാമൂലയിൽ സേതുക്കുട്ടൻ, അനിൽ പുത്തേഴം, കിണർവിള സലാഹുദ്ദീൻ, ഇ ജോൺ, വിനായകൻ, സാംസൺ നെറോണ, MU വിജയകുമാർ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ചവറ. ഓച്ചിറ റൂറൽ സഹകരണ സംഘം ഓഫീസ് മന്ദിരം ഉദ്ഘാടനം ചെയ്തു. CR മഹേഷ് MLA ഉദ്ഘാടനം നിർവഹിച്ചു. ചികിത്സാ ധനസഹായ വിതരണം, ആദരവ് എന്നിവയും ഇതോടനുബന്ധിച്ച് നടത്തി. ഓച്ചിറ റൂറൽ സഹകരണ സംഘത്തിന്റെ ഓഫീസ് മന്ദിരം ഉദ്ഘാടനം ചെയ്തു. CR മഹേഷ് MLA ഉദ്ഘാടനം നിർവഹിച്ചു. ഈ ഓണാട്ടുകരയുടെ ഹൃദയഭാഗത്ത് ഓരോ ദിവസം കഴിയുന്തോറും നിരവധി വ്യാപാര സ്ഥാപനങ്ങളും അനുബന്ധ സ്ഥാപനങ്ങളും ഒക്കെ വരുന്ന ഓണാട്ടുകരയുടെ ഹൃദയഭൂമി എന്ന് വിശേഷിപ്പിക്കാവുന്ന ഒരുപാട് സാധ്യതകളുള്ള, ഒരുപാട് കച്ചവട സാധ്യതകളും പണമിടപാടും ഒക്കെ നടക്കുന്ന ഈ ഓച്ചിറയുടെ ഹൃദയത്തിൽ തന്നെ, ടൗണിൽ തന്നെ ഈ സ്ഥാപനം മാറ്റി സ്ഥാപിക്കുകയാണ്. ഏറ്റവും സന്തോഷകരമായ ഒരു നിമിഷമാണ്. DCC പ്രസിഡന്റ് P രാജേന്ദ്ര പ്രസാദ് താക്കോൽ ഏറ്റുവാങ്ങി. സംഘം പ്രസിഡന്റ് A മുഹമ്മദ് കുഞ്ഞ് അധ്യക്ഷത വഹിച്ചു. ഭരണസമിതി അംഗം അൻസാർ എ മലബാർ സ്വാഗതം പറഞ്ഞു. കൊല്ലം സഹകരണ സംഘം ജോയിന്റ് രജിസ്ട്രാർ M അബ്ദുൽ ഹലീം സ്ട്രോങ് റൂം ഉദ്ഘാടനം ചെയ്തു. സഹകരണ സംഘം അസിസ്റ്റന്റ് രജിസ്ട്രാർ K ഉണ്ണികൃഷ്ണൻ സേഫിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. ഓച്ചിറ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് B ശ്രീദേവി ആദ്യ നിക്ഷേപം സ്വീകരിച്ചു. GDCS നിക്ഷേപം ഓച്ചിറ കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് BS വിനോദ് സ്വീകരിച്ചു. വായ്പാ വിതരണത്തിന്റെ ഉദ്ഘാടനം ഓച്ചിറ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് N കൃഷ്ണകുമാർ നിർവഹിച്ചു. ഓഡിറ്റ് അസിസ്റ്റന്റ് ഡയറക്ടർ S ഹാരിസ് ചികിത്സാ ധനസഹായം വിതരണം ചെയ്തു. സംഘം വൈസ് പ്രസിഡന്റ് E അബ്ദുൽ സലാം മുൻ ഭരണസമിതി അംഗങ്ങളെ ആദരിച്ചു. കല്ലട വിജയൻ, A അജ്മൽ, PB സത്യദേവൻ, S കൃഷ്ണകുമാർ, MS ഷൌക്കത്ത്, ശരത് കുമാർ, ഹാഷിർ അനൂഷ, അബ്ദുൽ കരീം തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ഓച്ചിറ. NDA സംസ്ഥാന ചെയർമാൻ K സുരേന്ദ്രൻ നയിക്കുന്ന കേരള പദയാത്ര കൊല്ലം ജില്ലയിൽ പര്യടനം ആരംഭിച്ചു. മോദിയുടെ ഗ്യാരണ്ടി പുതിയ കേരളം എന്ന മുദ്രാവാക്യം ഉയർത്തിയാണ് ജാഥ നടത്തുന്നത്. കൊല്ലം വലിയ കൂനമ്പായിക്കുള്ള ക്ഷേത്രത്തിൽ ദർശനം നടത്തിയ ശേഷമാണ് ജില്ലയിലെ പര്യടനം ആരംഭിച്ചത്. മോദിയുടെ ഗ്യാരണ്ടി പുതിയ കേരളം എന്ന മുദ്രാവാക്യം ഉയർത്തിയാണ് NDA സംസ്ഥാന ചെയർമാൻ K സുരേന്ദ്രൻ പദയാത്ര സംഘടിപ്പിച്ചിരിക്കുന്നത്. രാവിലെ വലിയ കൂനമ്പായിക്കുളം ക്ഷേത്രത്തിലെത്തി ദർശനം നടത്തിയ ശേഷം ദേവിക്ക് മുന്നിൽ പറ അർപ്പിച്ചു. തുടർന്നാണ് ജില്ലയിലെ പര്യടനത്തിന് തുടക്കമായത്. കൂനമ്പായിക്കുളം ക്ഷേത്രത്തിലെ കൊടിയേറ്റ് കർമ്മത്തിലും K സുരേന്ദ്രൻ പങ്കെടുത്തു. തുടർന്ന് ബലിദാനികളുടെ വീട് സന്ദർശിച്ചു. അയത്തിൽ സത്യശീലിന്റെ വീട്ടിലെത്തി പുഷ്പാർച്ചന നടത്തി. തുടർന്ന് പട്ടത്താനത്ത് സന്തോഷിന്റെ വീടും സന്ദർശനം നടത്തിയ ശേഷം പെരിനാട് കോളനി സന്ദർശിച്ചു. കോളനിയിലെ അവസ്ഥകൾ കോളനിവാസികളോട് സുരേന്ദ്രൻ ചോദിച്ചറിഞ്ഞു. BJP ജില്ലാ പ്രസിഡന്റ് BB ഗോപകുമാറും അദ്ദേഹത്തോടൊപ്പം ഉണ്ടായിരുന്നു. ന്യൂസ് ബ്യൂറോ, കൊല്ലം. പുതിയകാവ് നെഞ്ചുരോഗ ആശുപത്രിയിലെ രോഗികൾക്കും കൂട്ടിരിപ്പുകാർക്കും ഉച്ചഭക്ഷണം വിതരണം ചെയ്തു. ഉമ്മൻചാണ്ടി ഫൗണ്ടേഷൻ ആൻഡ് പാലിയേറ്റീവ് കെയറിന്റെ ആഭിമുഖ്യത്തിൽ എന്റെ നാട് വിശപ്പ് രഹിതമെന്ന പദ്ധതിയുടെ ഭാഗമായാണ് ഭക്ഷണം നൽകിയത്. OICC സൗദി അറേബ്യ നാഷണൽ കമ്മിറ്റി ട്രഷറർ റഹ്മാൻ മുനമ്പത്ത് ഉദ്ഘാടനം നിർവഹിച്ചു. ഉമ്മൻചാണ്ടി ഫൗണ്ടേഷൻ ആൻഡ് പാലിയേറ്റീവ് കെയറിന്റെ ആഭിമുഖ്യത്തിൽ എന്റെ നാട് വിശപ്പ് രഹിതം എന്ന പദ്ധതിയുടെ ഭാഗമായാണ് ഉച്ചഭക്ഷണം വിതരണം ചെയ്തത്. കരുനാഗപ്പള്ളി നെഞ്ചുരോഗ ആശുപത്രിയിലെ രോഗികൾക്കും കൂട്ടിരിപ്പുകാർക്കുമാണ് ഭക്ഷണം നൽകിയത്. OICC സൗദി അറേബ്യ നാഷണൽ കമ്മിറ്റി ട്രഷറർ റഹ്മാൻ മുനമ്പത്ത് ഉദ്ഘാടനം നിർവഹിച്ചു. ഒരു ജീവിതം നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നതാണ്. എല്ലാവരും അധ്വാനിക്കുന്നതും എല്ലാവരും കഷ്ടപ്പെടുന്നതുമൊക്കെ വിശപ്പ് മാറ്റാൻ വേണ്ടിയിട്ടാണ്. സമ്പാദ്യം പിന്നെയാണ്. നമ്മുടെ ജീവിതം എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണമെന്നുള്ളത് നമുക്ക് വേണ്ടി വിശപ്പിൻ്റെ ഒരു വലിയൊരു വിലയാണ് നമ്മൾ നൽകുന്നത്. തീർച്ചയായിട്ടും ഇന്ന് ഇവിടെ വന്നിട്ടുള്ള ഇവർക്ക് എല്ലാവർക്കും ഇന്ന് ഉമ്മൻചാണ്ടിയുടെ പേരിൽ ഇത് നൽകുവാൻ സാധിക്കുന്നത് തന്നെ വളരെ നല്ല കാര്യം തന്നെയാണ്. ജന്മനാട്ടിലെ വിശപ്പകറ്റാൻ പ്രവാസി സമൂഹം തയ്യാറാകുമെന്ന് അദ്ദേഹം പറഞ്ഞു. ഫൗണ്ടേഷൻ ചെയർമാൻ ബോബൻജിനാഥ് അധ്യക്ഷത വഹിച്ചു. ശ്രീ ഉമ്മൻചാണ്ടി സാറിൻ്റെ നാമധേയത്തിൽ ആരംഭിച്ച ഒരു പാലിയേറ്റീവ് കെയർ ആൻഡ് ചാരിറ്റബിൾ ട്രസ്റ്റാണ് ഉമ്മൻചാണ്ടി പാലിയേറ്റീവ് കെയർ. അതിൻ്റെ നേതൃത്വത്തിൽ നമ്മളിങ്ങനെ 2 ദിവസം തുടങ്ങണമെന്ന് ആഗ്രഹിച്ചു. ഇന്നലെ പ്രസിഡന്റ് സിസ്റ്ററാണ് പറഞ്ഞത്, ഒരു ദിവസമെങ്കിലും കൊടുത്താൽ വലിയ കാര്യമാണ്. കാര്യം പലരും വന്ന് പറഞ്ഞിട്ട് നടക്കത്തില്ല. കഴിഞ്ഞ പ്രാവശ്യം നമുക്ക് ഒരു ദിവസം കൊടുത്തു, ഇപ്രാവശ്യം എന്തായാലും 2 ദിവസം
നമ്മൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇനിയും നമ്മൾ കൊടുക്കാൻ തയ്യാറാണ്. പിന്നെ അതുപോലെ തന്നെ നമ്മളൊരു പുതിയ പദ്ധതി കൂടെ ആരംഭിക്കുകയാണ്. എൻ്റെ നാട് വിശപ്പ് രഹിതം. നമ്മൾ കരുനാഗപ്പള്ളിയിൽ അലഞ്ഞു തിരിഞ്ഞ് നടക്കുകയോ അല്ലെങ്കിൽ പാവപ്പെട്ടവരോ ആരെങ്കിലും ബുദ്ധിമുട്ടുന്നുണ്ടെങ്കിൽ അവർക്കെല്ലാവർക്കും നാളെ മുതൽ ആഹാരം അവർക്ക് എത്തിച്ചു കൊടുക്കുക. ചുളൂർ ഷാനി, പ്രഭാനിൽ, റോസാനന്ദ്, ചിറ്റുമൂല താഹ, മോളിയസ്, അമ്പിളി ശ്രീകുമാർ, സരിതാജിത്ത് തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കരുനാഗപ്പള്ളി. ചവറ കുറ്റിവട്ടം GMLPSൽ പ്രഭാത ഭക്ഷണ പദ്ധതിക്ക് തുടക്കമായി. ഡോക്ടർ സുജിത് വിജയൻപിള്ള MLA ഉദ്ഘാടനം നിർവഹിച്ചു. ഇതോടനുബന്ധിച്ച് ആദരവും നടത്തി. ചവറ പന്മന കുറ്റിവട്ടം GMLPSൽ പ്രഭാത ഭക്ഷണ പദ്ധതിക്ക് തുടക്കമായി. ഡോക്ടർ സുജിത് വിജയൻപിള്ള MLA ഉദ്ഘാടനം നിർവഹിച്ചു. ഈ കഴിഞ്ഞ 7 വർഷത്തിനുള്ളിൽ ഒരു ഫണ്ടെങ്കിലും ലഭിക്കാത്ത ഒരു വിദ്യാലയങ്ങളും LP ആവട്ടെ, UP ആവട്ടെ, ഹൈസ്കൂൾ, ഹയർ സെക്കൻഡറി ആവട്ടെ, അത് ഈ മണ്ഡലത്തിൽ ഉണ്ടാകത്തില്ല. അപ്പോൾ ഈ ഒരു സ്കൂൾ കൂടി ഉള്ളൂ ആ വിധത്തിൽ പരിഹരിക്കേണ്ടത്. അപ്പോൾ ഈ 2023-24-25 വർഷത്തിൽ പ്ലാൻ ഫണ്ടിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് തന്നെ നമുക്ക് ഒരു കേരളം തന്നെയാണ് വിശ്വാസം. അപ്പോൾ നമുക്ക് തീർച്ചയായിട്ടും ചോദ്യം വരുന്നത് നിസാറിലേക്ക് റെക്കമെൻഡേഷനാണ്. നിസാർ 45 രൂപ പഠിക്കുന്ന കുട്ടിക്ക് സ്കൂളിൽ നിന്നാണ് കെട്ടണം എന്ന് ചോദിക്കാനൊരു സാധ്യതയുണ്ട്. അതൊരു ദൂരത്തായി പോകും. കാരണം സർക്കാർ ഇപ്പോൾ ആ രീതിയിലൊക്കെ ഇപ്പം നാളെ കയറാൻ പോകുന്നത് അല്ലെങ്കിൽ 9-ാം തീയതി കയറാൻ പോകുന്ന നമ്മുടെ തേവക്കര ഫാമിലി ഹെൽത്ത് സെന്റർ വന്നപ്പോഴത്തേക്ക് 5 കോടി രൂപയാണ്. SMC ചെയർമാൻ ഷാനവാസ് അധ്യക്ഷത വഹിച്ചു. അനീസ് മുഹമ്മദ് സ്വാഗതം പറഞ്ഞു. ചടങ്ങിൽ വാർഡംഗം അമ്പിളി, ഡോക്ടർ സുജിത് വിജയൻപിള്ള എന്നിവർ ചേർന്ന് ആദരിക്കൽ നിർവഹിച്ചു. കൊല്ലം NFS M സൈഫുദ്ദീൻ മുസ്ലിയാർ, ചവറ NMO K ഗോപകുമാർ എന്നിവർ ആദരവ് ഏറ്റുവാങ്ങി. മദർ PTA പ്രസിഡന്റ് ബദരിയ ജഹാൻ, കുറ്റിവട്ടം അബ്ദുൾ ജലീൽ, M സാലി, വിജയൻ നായർ, സുനിൽ വിശ്വനാഥ്, M ജംഷീർ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ചവറ. ധനസഹായം കൈമാറി. തഴവ വടക്കുമുറി കിഴക്ക് വിജയഭവനത്തിൽ വിജയനാണ് ധനസഹായം നൽകിയത്. ഇദ്ദേഹത്തിന്റെ വീട് നേരത്തെ കത്തി നശിച്ചിരുന്നു. ഇയാനത്ത് സുരേഷാണ് ധനസഹായം കൈമാറിയത്. തഴവ വടക്കുമുറി കിഴക്ക് വിജയഭവനത്തിൽ വിജയനാണ് ധനസഹായം നൽകിയത്. വിജയന്റെ വീട് നേരത്തെ കത്തി നശിച്ചിരുന്നു. ഇയാനത്ത് സുരേഷാണ് ഇവർക്ക് ധനസഹായം കൈമാറിയത്. തഴവ പഞ്ചായത്ത് പ്രസിഡന്റ് V സദാശിവൻ, CPI തഴവ ലോക്കൽ അസിസ്റ്റന്റ് സെക്രട്ടറി PC സുനിൽ, ഷാജി മാളിയേക്കൽ, രാജൻ പിള്ള, ജയരാജ്, ദാസൻ പിള്ള തുടങ്ങിയവർ പങ്കെടുത്തു. എല്ലാ സാധനങ്ങളും മേശയ്ക്കകത്തുള്ള ഒരുപാട് ഡോക്യുമെന്റ്സുകളും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. കൊച്ചു സൂക്ഷിച്ചിരുന്ന കരുതലായ പെയിന്ററാണ് അദ്ദേഹം. കരുതലായി സൂക്ഷിച്ചിരുന്ന സാമ്പത്തികം ഒക്കെ ഇരുന്നത് മുഴുവൻ കത്തി വെച്ചിട്ട് പോയ ഒരു അവസരമാണ്. അപ്പോൾ നമ്മുടെ ഒരു കൈത്താങ്ങായിട്ട് ഇയാനത്ത് സുരേഷ് അവർ ഒരു ചെറിയ സഹായം അവർക്ക് കൊടുക്കണമെന്ന് നമ്മുടെ ശ്രദ്ധപ്പെടുകയും അദ്ദേഹത്തിനോട് പറയുകയും അദ്ദേഹം ഒരു ചെറിയ സഹായം വാഗ്ദാനം ചെയ്തിരുന്നു. ആ സഹായം കൊടുക്കാനാണ് ബഹുമാനപ്പെട്ട തഴവ പഞ്ചായത്ത് പ്രസിഡന്റ് എത്തിയത്. ഇഷ്ടപ്പെടുന്നവരെയും നീതി ഒഴിക്കുന്നതിനെ കണ്ണീരൊപ്പാണ്. ഇടതുപക്ഷ പുരോഗമന പ്രസ്ഥാനങ്ങൾ എപ്പോഴും കൂടുണ്ടാകും എന്നുള്ള കാര്യത്തിൽ ഞാൻ തർക്കില്ല. അവരുടെ ഏത് ആവശ്യങ്ങൾക്കും ഇടതുപക്ഷ പുരോഗമന പ്രസ്ഥാനത്തോട് ആവശ്യപ്പെടാതെ തന്നെ ബഹുമാനീയനായ ഇയാനത്ത് സുരേഷ് നമ്മുടെ എന്ന് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു ചെറിയ സഹായമൊക്കെ കൈത്താങ്ങി അത് ഇന്ന് നമ്മൾ കൈമാറുകയാണ്. അദ്ദേഹത്തിനും അദ്ദേഹത്തിൻ്റെ കുടുംബത്തിനും എല്ലാവിധ ഐശ്വര്യവും ഉണ്ടാകണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ തുക കൈമാറും. ന്യൂസ് ബ്യൂറോ, കരുനാഗപ്പള്ളി. പ്രധാന വാർത്തകൾ വീണ്ടും. കൊല്ലൂർവിള ആദിക്കാട് ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ കവർച്ച. വഞ്ചി കുത്തി തുറന്ന് പണം അപഹരിച്ചു. ക്ഷേത്രത്തിന്റെ ഓഫീസ് മുറികളും മോഷ്ടാക്കൾ തകർത്തു. കോവിൽ തോട്ടത്തു നിന്നും കുടിയൊഴിപ്പിക്കപ്പെട്ടവരെ 6 മാസത്തിനകം പുനരധിവസിപ്പിക്കുമെന്ന് മന്ത്രി P രാജീവ്. 122 കുടുംബങ്ങളെ തിരികെ എത്തിക്കും. കോവിൽ തോട്ടത്ത് 14 കോടി രൂപയുടെ പ്രവർത്തനങ്ങൾ നടപ്പാക്കുമെന്നും മന്ത്രി. കേരള പദയാത്രയുടെ കൊല്ലം ജില്ലയിലെ പര്യടനത്തിന് തുടക്കം. മോദിയുടെ ഗ്യാരണ്ടി പുതിയ കേരളം എന്ന മുദ്രാവാക്യം ഉയർത്തിയാണ് യാത്ര. NDA സംസ്ഥാന ചെയർമാൻ K സുരേന്ദ്രനാണ് ജാഥ നയിക്കുന്നത്. ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം. 25 ലക്ഷത്തിലധികം ഡിജിറ്റൽ കണക്ഷനും 10 ലക്ഷത്തിലധികം ബ്രോഡ്ബാൻഡ് കണക്ഷനുമുള്ള രാജ്യത്തിന് മാതൃകയായിക്കൊണ്ടിരിക്കുന്ന കേരളത്തിലെ ഏറ്റവും വലിയ കമ്പനിയാണ് കേരള വിഷൻ. ഡിജിറ്റൽ കണക്ടിവിറ്റിയുടെയും ബ്രോഡ്ബാൻഡ് കണക്ടിവിറ്റിയുടെയും എണ്ണത്തിന്റെ അടിസ്ഥാനത്തിൽ രാജ്യത്തെ വൻകിട കോർപ്പറേറ്റ് കമ്പനികൾക്കൊപ്പം 8ാം സ്ഥാനത്ത് തല ഉയർത്തി നിൽക്കുന്ന കമ്പനി കൂടിയാണ് നമ്മുടെ കേരള വിഷൻ.
കേരള വിഷന്റെ ജില്ലാ ഡിസ്ട്രിബ്യൂഷനും ജില്ലാ ചാനലും സൗത്ത് വോയിസ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന പേരിൽ യാഥാർത്ഥ്യമാകുന്നു. കമ്പനിയുടെ ഉദ്ഘാടനം ബഹുമാനപ്പെട്ട പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി ശ്രീ മുഹമ്മദ് റിയാസും ജില്ലാ ചാനലിന്റെ ഉദ്ഘാടനം ബഹുമാനപ്പെട്ട മൃഗസംരക്ഷണ ക്ഷീരവികസന വകുപ്പ് മന്ത്രി ശ്രീമതി ജി ചിഞ്ചുറാണിയും ജനുവരി 30 വൈകിട്ട് 3 മണിക്ക് കുണ്ടറ പവിത്രം കൺവെൻഷൻ സെന്ററിൽ വെച്ച് രാഷ്ട്രീയ, സാമൂഹ്യ, സാംസ്കാരിക സംഘടനാ രംഗത്തെ ബഹുമാന്യ വ്യക്തിത്വങ്ങളുടെ സാന്നിധ്യത്തിൽ നിർവഹിക്കും. രാജ്യത്തെ ഒരു കോർപ്പറേറ്റ് കമ്പനിക്കും നൽകാൻ കഴിയാത്ത രീതിയിലുള്ള വിവിധ സേവന മേഖലകളിലേക്ക് കേരള വിഷൻ സൗത്ത് വോയിസിൽ കൂടി കടക്കുകയാണ്. ഈ ധന്യ മുഹൂർത്തത്തിന് സാക്ഷിയാകുവാൻ എല്ലാ കേരള വിഷൻ കുടുംബാംഗങ്ങളെയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു.